ആലപ്പുഴയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ്. SNDP NSS ഐക്യത്തിൽ SNDPയുടെ നിർണായക യോഗം ഇന്ന്. മുഴുവൻ യൂണിയൻ ഭാരവാഹികളും പങ്കെടുക്കും. വിവരങ്ങളുമായി ഷാജഹാൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, ഈ കാന്തപുരത്തിന്റെ യാത്രയുടെ സമാപനത്തിൽ VD സതീശൻ വെള്ളാപ്പള്ളി അധിക്ഷേപിച്ച സംഭവത്തിൽ നിന്നാണ് ഒരു ഐക്യമെന്ന ആശയം NSSനും SNDPക്കും ഇടയിൽ രൂപപ്പെട്ടു വരുന്നത്. ഈ അന്ന് വെള്ളാപ്പള്ളി അധിക്ഷേപിച്ച സതീശനെതിരെ NSS ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. തിണ്ണനിറങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഐക്യത്തിന് താല്പര്യമുണ്ടെങ്കിൽ അതിന് ശ്രമിക്കും, അത് നല്ല കാര്യമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് കണ്ടതാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായി SNDPയുടെ യോഗം ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ അവരുടെ മുഴുവൻ ഭാരവാഹികളും ഈ വിഷയത്തിന്റെ ആലോചനയ്ക്കായി യോഗത്തിൽ പങ്കെടുക്കുകയാണോ? തീർച്ചയായിട്ടും SNDPയുടെ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ SNDP യോഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളുടെയും നേതൃയോഗമാണ് ഇന്ന് ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ചേരുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് നടക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഹൈന്ദവ സംഘടനകൾക്കെതിരെയും പ്രത്യേകിച്ച് SNDP എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കെതിരെ നടത്തുന്ന മതവികാരം, അതായത് അവരെ ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ വർഗീയവാദിയായി മുദ്ര കുത്താനുള്ള പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളൊക്കെ അത്തരത്തിലായിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള SNDPക്കെതിരെയുള്ള ഈ ഒരു നീക്കം, അതിനെതിരെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി തന്നെ പങ്കുവച്ചിരുന്നു. അതിനുശേഷം അത് NSSും ഏറ്റെടുക്കുന്നൊരു കാഴ്ചയാണ് കണ്ട കാര്യം. ഇങ്ങനെ ചില നേതാക്കൾ, കോൺഗ്രസിലെ ചില നേതാക്കൾ ഈ സാമുദായിക സംഘടനകളെ കാണില്ല, അവരെ അടുപ്പിക്കില്ല എന്ന് പറയുകയും രാത്രിയുടെ മറവിൽ ചില സാമുദായിക നേതാക്കളെ നേരിട്ട് പോയി കാണുന്നു. അത് കഴിഞ്ഞ ദിവസം NSSൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഈ ഒരു കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പിനെതിരെയാണ് ഇപ്പോൾ NSS SNDP ഐക്യം. നേരത്തെ ഇങ്ങനൊരു ഐക്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. പക്ഷേ അത് വീണ്ടും ഇപ്പോൾ അത്തരം ആലോചനകൾ ഇപ്പോൾ വളരെ സജീവ ചർച്ചാ വിഷയമായി പരിഗണനയിൽ നിൽക്കുന്ന കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് NSS SNDP ഐക്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിന് ശേഷമായിരിക്കും NSS ജനറൽ സെക്രട്ടറിയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലാണ് ഇനി മുന്നോട്ടുള്ള നീക്കം എന്നുള്ളതിനെക്കുറിച്ച് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്യുക. എന്തായാലും നമുക്കറിയാം, ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു യോഗം, ഇങ്ങനെ ബോർഡ് അംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രതിനിധികളൊക്കെ യോഗം വിളിക്കാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ പരസ്യമായി അപമാനിച്ചതിനെതിരെയാണ്. അതിനെതിരെ ഈ SNDP പ്രവർത്തകർക്കിടയിലും പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകൾക്കിടയിൽ തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ശരി ഷാജിയാണ് വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്. SNDPയുടെ യോഗം ഇന്ന് ചേരാൻ വേണ്ടി പോവുകയാണ്.